നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ 100 ദിവസം പിന്നിടുകയാണ്. സദ്ഭരണവും സഹാനുഭൂതിയും സതീശന്റെയും ടീമിന്റെയും മുദ്രാവാക്യം ഇതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്നൊരു പ്രഖ്യാപിത നയത്തോടെയാണ് ഈ സർക്കാർ അധികാരത്തിലേക്ക് കടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു. ജീവനൊടുക്കി ADM നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ മകൾക്ക് സർക്കാരിൽ ഒരു ജോലി നൽകി. വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതം അനുഭവിച്ച ഹർഷീനയ്ക്ക് ജോലി നൽകി. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനാസ്ഥ മൂലം മരിച്ച കൊല്ലം സ്വദേശി മധുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി. ഇങ്ങനെയുള്ളൊരു ഒരു ചേർത്ത് പിടിക്കലിലൂടെ സൃഷ്ടിച്ച ഒരു ഇമേജാണ് സർക്കാരിന്റെ തുടക്കകാലത്ത്. ആ ഒരു ഇമേജ് നേടിയാണ് സർക്കാർ അധികാരത്തിലേക്ക് കടന്നത്. അതിന് പിന്നാലെ ഇന്ദിരാ ഗ്യാരണ്ടികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഏറ്റവും അധികം ഉയർത്തിക്കാണിച്ച പദ്ധതിയാണ്. രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് പ്രഖ്യാപിച്ചതാണ് ഇന്ദിരാ ഗ്യാരണ്ടികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര. ഈ സർക്കാരിന്റെ കാലത്ത് ഈ 100 ദിവസത്തിനുള്ളിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി തന്നെയായിരിക്കും. KSRTCക്ക് ഉണ്ടാകുന്ന വലിയ ബാധ്യതകളെ പറ്റിയുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ അവർക്ക് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകി കഴിഞ്ഞു. അത് പദ്ധതി വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കണക്കുകളെല്ലാം വളരെ സ്ത്രീകൾ വളരെ അത് കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ള കണക്കുകളാണ് ഗതാഗത വകുപ്പിൽ നിന്ന് വരുന്നത്. അതിനു പുറമെ എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതി ഓപ്പറേഷൻ തൂഫാനാണ്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല നേരിട്ട് മേൽനോട്ടം നൽകി അദ്ദേഹത്തിന്റെ എല്ലാ ശ്രദ്ധയും ജാഗ്രതയും നൽകി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. പോലീസിനെ ഒന്നടങ്കം അണിനിരത്തി നടപ്പാക്കുന്നൊരു വലിയ പദ്ധതി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ലഹരിക്കെതിരായ പോലീസിന്റെ പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ സർക്കാരിന്റെ കാലത്തുണ്ടാകാതിരുന്നൊരു ശ്രദ്ധയും ജാഗ്രതയും ഈ സർക്കാർ നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പദ്ധതിയുടെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ കാണുന്നു, മുഖ്യമന്ത്രിമാരെ കാണുന്നു, ഈ പദ്ധതിയുമായുള്ള സഹകരണം ഉറപ്പാക്കുന്നു. അപ്പോൾ അത് വലിയൊരു ജനകീയ പദ്ധതിയായത് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഈ സർക്കാർ വന്നപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു വലിയൊരു കാര്യം വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ 100 ദിവസത്തെ കാര്യമെടുത്താൽ അവർ തമ്മിലുള്ള സഹകരണം വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. കാരണം വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സതീശൻ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം തേടുന്നു. തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർണായക കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തല സതീശനുമായി ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ക്യാബിനറ്റിലെ 2 പ്രമുഖർ തമ്മിലുള്ള ഉറച്ച സഹകരണവും ബന്ധവും ഈ സർക്കാരിന് നൽകുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ജനകീയ സർക്കാർ എന്ന ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ചില വിവാദങ്ങളിലും സർക്കാർ ചെന്ന് വീണിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് UDF ഏറ്റവും അധികം എതിർത്ത പദ്ധതികളിൽ ഒന്നാണ് PM ശ്രീ. രാഷ്ട്രീയമായും UDF അതിനെ ഉപയോഗിച്ചിരുന്നു. അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതിയെ അറബിക്കടലിൽ തള്ളുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ അധികാരത്തിലെത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം. അതിലവർ പറയുന്ന ന്യായം, കഴിഞ്ഞ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു, അത് സംബന്ധിച്ച ഫണ്ടും അവർ നേടിയെടുത്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി പിന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. പദ്ധതി നടപ്പാക്കുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഉണ്ട്. മറ്റൊരു വിഷയം ബോർഡ്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ നിയമനങ്ങൾ നീളുന്നതാണ്. അവിടെ നിയമനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ ഇനിയും സാധിച്ചിട്ടില്ല. പല ബോർഡുകളിലും കോർപ്പറേഷനുകളിലും മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിച്ചവരാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ സർക്കാർ നിയമനങ്ങളിലും മറ്റു നിയമനങ്ങൾ, പ്രൈവറ്റ് സെക്രട്ടറി നിയമനങ്ങൾ, മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ നീണ്ടുപോയിരുന്നു. അത് സംബന്ധിച്ച് ചില വിവാദങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ എല്ലാ മന്ത്രിമാർക്കും പ്രൈവറ്റ് സെക്രട്ടറിമാരായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മന്ത്രി M. ലിജുവിനും ബിന്ദു കൃഷ്ണയ്ക്കുമൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരായത്. അത് സംബന്ധിച്ച നിയമനങ്ങൾ നീണ്ടുപോകുന്നത് വിവാദമായിരുന്നു. KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ നിയമിച്ചത് സംബന്ധിച്ചും വിവാദമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉടൻ പ്രൈവറ്റ് സെക്രട്ടറി തന്റെ സ്റ്റാഫിൽ നിന്ന് നീക്കി സണ്ണി ജോസഫ് തന്നെ ആ വിവാദം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. 100 ദിവസം പിന്നിട്ട സർക്കാരിന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് കേരളം വളരെ സൂക്ഷ്മമായി വിലയിരുത്തും. പുതുയുഗ കേരളം സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. അതിനായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരും, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾ നടപ്പാക്കും,
കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നിങ്ങനെയുള്ള വലിയ വാഗ്ദാനങ്ങൾ സതീശൻ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അപ്പോൾ അവ നടപ്പാക്കുന്നതിൽ, അവ യാഥാർത്ഥ്യമാക്കുന്നതിൽ സതീശൻ സ്വീകരിക്കുന്ന നടപടികൾ, ഈ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കും.